friends, welcome to Mates. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ പേരാണ് ടൊമാറ്റോ ഓംലെറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്ര ടേസ്റ്റിയാണ് സാധനം, സിമ്പിളാണ്, ഉഷാറാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലേ? വാ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ മെയിൻ ഐറ്റം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇത് തന്നെ നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഞാനിവിടെ കുറച്ച് വലുതാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മിക്സും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതൽ വരും. അപ്പോൾ കുറച്ച് വലിയ തക്കാളിയാണ് നല്ലത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ സവാള എന്ന് വെച്ചാൽ വളരെ ചെറുതായി അരിഞ്ഞത്. നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കൂടി ഈ ഒരു തക്കാളിയിൽ കൊള്ളണം. അപ്പോൾ പെട്ടെന്ന് വേവാനും കഴിക്കാനും എല്ലാത്തിനും സൗകര്യം നോക്കിയിട്ട് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ മല്ലിയിലയാണ്. മല്ലിയിലയും ഇതുപോലെ ചെറുതായി അരിയുക. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളകും ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ മുട്ട ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3 ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും 3 ആവശ്യം വരാൻ സാധ്യതയല്ല. കാരണം ഇത് പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ ഈ പിന്നെ സവാളയും എല്ലാ സാധനങ്ങളെയും കൂടി വരുമ്പോൾ ചിലപ്പോൾ അത് പിന്നെ 3 വേണ്ടി വരില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വേണം, അതുപോലെ പെപ്പർ പൗഡർ വേണം. പിന്നെ ഈ സാധനം എന്താ വെച്ചാൽ ഈർക്കിളാണ്. ഈർക്കിൾ പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അതിനുള്ളിൽ നമ്മുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് ചിലപ്പോൾ ഒന്ന് മറിച്ചൊക്കെ ഇടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പണി എന്താ വെച്ചാൽ ഈ തക്കാളി എന്ത് ചെയ്യണം, അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചോറൊക്കെ കളയണം. അപ്പോൾ നല്ല ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു അടപ്പ് തന്നെയാണ് നമ്മളത് അടച്ചു വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ തലഭാഗം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്നിങ്ങനെ തിരിച്ചെടുത്താൽ മതി. സിമ്പിളായിട്ട് ഇങ്ങ് പോരും. തക്കാളി ആയതുകൊണ്ട് വലിയ ബലമൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ആ ഒരു ഷേപ്പ് കിട്ടാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, നൈസായിട്ട് ഇങ്ങ് പോരും. പിന്നെ നമുക്ക് പിന്നെ ആ ഉൾഭാഗത്തുള്ള ആ ഒരു ചോറ് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കത്തിയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സ്പൂണ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 പിന്നെ കട്ടിയുള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് ജസ്റ്റ് കോരി എടുത്താലും മതി. സിമ്പിൾ പരിപാടിയാണ്. പരമാവധി അടിഭാഗത്തൊന്നും ഒരു ഹോള് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ചോറും കളയാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് പിന്നെ ആ ഒരു പുളിപ്പ് ഓൾറെഡി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് സമയം വറുത്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു തക്കാളിയുടെ ആ ഒരു പുളിപ്പ് എന്തായാലും വരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പുളിപ്പ് കൂടാൻ പാടില്ലല്ലോ. അപ്പോൾ അതിലുള്ള ചോറ് കംപ്ലീറ്റ് കളയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള തക്കാളികളും ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സ് റെഡിയാക്കണം. അതിനൊരു ചെറിയ പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു സെപ്പറേറ്റ് പാത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അല്ലാതെ തക്കാളിയിൽ നമ്മൾ ഇത് ഓരോന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലത് വേറൊരു പാത്രത്തിൽ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ മുട്ട ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് ഒരു 1.5 സ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ സാധാരണ നമ്മളൊരു മുട്ടയ്ക്ക് ചേർക്കുന്ന ഉപ്പ് ചേർത്താൽ പോരാ. കാരണം ഒരു വലിയ തക്കാളി കൂടി ഉണ്ട് ഇതിൽ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഉപ്പ് ആ തക്കാളിക്കും കൂടി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഉപ്പ് വേണം നമ്മൾ ചേർക്കാൻ. പിന്നെ അതിന് ശേഷം നമ്മളെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് എരിവ് ആവശ്യത്തിന് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ് നമ്മുടെ ആദ്യത്തെ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒഴിക്കാൻ, നിറച്ച് ഒഴിക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഇടണം. കാരണം എന്താ വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് വറുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ തക്കാളിയുടെ തലഭാഗം കൊണ്ട് അത് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ചാൽ ചെറിയൊരു ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈർക്കിളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈർക്കിളിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് കൂർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി കയറി പോകാൻ എളുപ്പമായിരിക്കും. കാരണം തക്കാളിയുടെ തലഭാഗം എന്ന് പറഞ്ഞാൽ നല്ല മിനുസുള്ളതാണ്. അപ്പോൾ പരമാവധി നമ്മുടെ തക്കാളിയുടെ ഷേപ്പിനൊന്നും വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ അറ്റത്തുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിക്ക് ഒരു 5 എണ്ണം കുത്തിവെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. കണ്ടില്ലേ, നമ്മളൊരു 5 എണ്ണം ഏകദേശം കുത്തിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. സംഭവം എന്താ വെച്ചാൽ ചെറിയ ലീക്ക് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ജസ്റ്റ് മുകളിൽ വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ സവാളയും അതുപോലെ ഗ്രീൻ ചില്ലി ഒന്നും പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മളത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്ന സമയത്തൊക്കെ ഇത് പിന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 തക്കാളിയിലും ഇതുപോലെ തന്നെ ചെയ്തു. കണ്ടില്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഷേപ്പിൽ ഒരു മാറ്റം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളിനി വേവിക്കുക അതുപോലെ പിന്നെ എണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ തക്കാളി തന്നെ അല്ലെങ്കിൽ തന്നെ വലിയ ബലമൊന്നുമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഈ പൊരിക്കും കൂടി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഷേപ്പ് എന്തായാലും മാറി വരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അവസാനത്തേക്ക് നമ്മൾക്ക് ഒരു ഷേപ്പിൽ കിട്ടണമല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ചട്ടിയിൽ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ കാഴ്ചയ്ക്ക് ചിലപ്പോൾ ചെറിയ അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ എണ്ണയിലിട്ട് പൊരിക്കുകയാണല്ലോ ഇത്. അപ്പോൾ എന്തായാലും പിന്നെ ഏതെങ്കിലും 1-2 ഭാഗങ്ങൾ ചിലപ്പോൾ ഒന്ന് പിന്നെ കറുത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. സംഭവം ഇത് എണ്ണയിലിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ എണ്ണയിലിട്ട് പൊരിക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ആ എണ്ണയുടെ ആ ഒരു പിന്നെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാവും അവർക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ നേരെ വെച്ചിട്ടാണ് ഇത് വറുത്തെടുത്തത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ മറിച്ചിടുന്ന സമയത്ത് എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം, എന്നിട്ട് ഒന്ന് നോക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ചിലപ്പോൾ കുറച്ച് ലീക്കാവാൻ സാധ്യതയുണ്ട്. എന്നാലും കുറച്ച് പോയാലും കുഴപ്പമില്ല. നമുക്ക് 2 ഭാഗം ഒരുപോലെ വേവണമല്ലോ. കുറച്ച് പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല, നമുക്കത് ഒഴിവാക്കാം. പിന്നെ അതുപോലെ അടിഭാഗം നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏകദേശം നമുക്ക് എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. അത് കണ്ടില്ലേ, ഇപ്പോഴും ആ ഒരു ഷേപ്പിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ വെന്തോ ഇല്ല എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അടുത്ത രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 2 രീതിയിലൊന്നും ചെയ്ത് നോക്കുക, ഏതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് നോക്കും കൂടി ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്നുകൂടിയും സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് എടുത്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ മറിച്ചിടാനോ തിരിച്ചിടാനോ നിൽക്കേണ്ട കാര്യമില്ല. ഇത് ആ 10 മിനിറ്റ് പിന്നെ ആ ഒരു ആവിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഈ 2 എണ്ണമാണ് നമ്മുടെ വേവിച്ചത്, ആവിയിൽ വേവിച്ചത്. ഇതാണ് നമ്മൾ എണ്ണയിലിട്ട് വറുത്തത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം എന്താണ് രണ്ടും വെന്തിട്ടുണ്ടോ, എന്താണ് മാറ്റം. ആ എണ്ണയിലിട്ട് പൊരിച്ചതിൻ്റെ ആ ഒരു ഗ്ലൈസിങ് നിങ്ങൾക്ക് എണ്ണയുടെ ആ ഒരു ഗ്ലൈസിങ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഈർക്കിളൊക്കെ ഒന്ന് എടുത്തിട്ട് ചുറ്റുഭാഗത്തായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യം ആവിയിൽ വേവിച്ചത് തുറന്ന് നോക്കാം. അത് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് സംഭവം, വെന്തിട്ടുണ്ട്, എന്തായാലും ഉഷാറായിട്ടുണ്ട്.
അപ്പോൾ നേരത്തെ ഞാൻ ആ എണ്ണയിൽ വറുത്ത് കോരിയത് നേരത്തെ ഞാനൊരു കോരിയതിന് ശേഷം ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ചെറിയൊരു വേവ് കുറവുള്ള പോലെ തോന്നി. പക്ഷേ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതാ കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ 3 ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ എരിവ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറിയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പച്ചമുളക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ എണ്ണയിൽ വറുത്ത് കോരിയ തക്കാളിയാണിത്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാനുള്ള വലിയ പിടിയൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കൊച്ചു ഐറ്റംസൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് അല്ലേ? സത്യം പറഞ്ഞാൽ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് വേറെ രീതിയിൽ കട്ട് ചെയ്താണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല എന്നറിയാം. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.